ഈശോയിൽ സ്നേഹമുള്ള ജോസഫച്ച, സച്ചിനച്ച, ബ്രദർ കെന്യൂട്ട്, പ്രിയ സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയ മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും ഈ ദിവസത്തിൻ്റെ ആശംസകൾ ഒരിക്കൽ കൂടി നേരുകയാണ്. സ്നാപക യോഹന്നാൻ്റെ ശിഷ്യനായിരുന്ന അന്ത്രയോസിൻ്റെ കൂടെയുള്ള ആളെക്കുറിച്ച് പേര് പറയുന്നില്ല. അവരവിടെ നിൽക്കുമ്പോഴും ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, അങ്ങനെ സ്നാപയോഹന്നാൻ പറയും. ഈശോ നടന്നു വരുന്നത് കാണുമ്പോഴാണ് ഇത് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഈ അന്ത്രയോസും കൂടെ ഉണ്ടായിരുന്ന ശിഷ്യനും ഈശോയുടെ പുറകെ ചെല്ലുക. അതായത് ഒരു റെക്കമെൻഡേഷനാണ്. സെയിൻറ്റ് ജോൺ ബാപ്റ്റിസ്റ്റ് സ്കൂളിൽ നിന്ന് ജീസസ് സ്കൂളിലേക്കുള്ള ഒരു റെക്കമെൻഡേഷനാണ്. അവർ എലിജിബിളാണെന്ന് കണ്ടിട്ട് അവർ പ്രൊമോഷന് വേണ്ടിയിട്ട് അങ്ങനെ അവർക്ക് അത് മനസ്സിലായി. ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എന്താണ് മനസ്സിലാക്കുക? അവർ ചെന്നിട്ട് ചോദിക്കാൻ, ഈശോ ചോദിക്കുകയാണ് അവരോട്, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? വന്ന് കാണുക. അപ്പോൾ അവർ പോയി കണ്ട് കൂടെ വസിച്ചു അനുഭവിച്ചു. ഈശോയുടെ ഈ വന്ന് കാണുക, അല്ലെങ്കിൽ നിങ്ങൾ എന്തന്വേഷിക്കുന്നു, വളരെ പൊളൈറ്റായിട്ട് ഈശോ പറഞ്ഞതായിട്ട് നമുക്ക് അങ്ങനെയും ചിന്തിക്കാം. നിങ്ങൾ എന്തന്വേഷിക്കുന്നു? വാ മക്കളെ വാ, അങ്ങനെ ചിലപ്പോൾ വിളിച്ചതാകാം, അല്ലെങ്കിൽ വന്ന് കാണുക. ഇതിൽ നിങ്ങൾ എന്താ അന്വേഷിക്കുന്നത് അങ്ങനെയും ചിന്തിക്കാം. നിങ്ങൾ എന്താ അന്വേഷിക്കുന്നത്? നിങ്ങൾ എന്ത് നോക്കി നിൽക്കാം? വേണമെങ്കിൽ വന്ന് കാണും, അങ്ങനെയും ചിന്തിക്കാം. ചിലപ്പോൾ ഒരു പൊളൈറ്റായിട്ടുള്ള ഒരു ഇൻവിറ്റേഷൻ ആയിരുന്നിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെ വിളിയുള്ളവർ വന്നാൽ മതി, അങ്ങനെയുള്ള ഒരു ഇൻവിറ്റേഷനും കൂടിയായിരിക്കാം. അങ്ങനെ എല്ലാവരും കൂടി വരണ്ട, എല്ലാവർക്കും ഉള്ളതല്ല ഈ വിളി. ജീസസ് സ്കൂളിലേക്കുള്ള പ്രവേശനം എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റണമെന്നില്ല. പ്രൊമോഷനൊക്കെ കിട്ടിയെങ്കിലും അത് അത്ര എളുപ്പമല്ല. ഇത് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിലും നമ്മളിത് കാണുന്നുണ്ട്. ഈശോ പരിശുദ്ധ കുർബാനയെക്കുറിച്ച്, ജീവനുള്ള അപ്പത്തെക്കുറിച്ച് പറയുമ്പോൾ പലരും പറഞ്ഞു, ഈ വചനം കഠിനമാണിത് ശ്രവിക്കാൻ ആർക്ക് കഴിയും? അപ്പോൾ വന്നിട്ട് അങ്ങനെയൊന്നും പറയാൻ പോരുത്. വന്ന് നിന്നിട്ട് കൂടെ വന്ന് താമസിച്ചിട്ട് ഇത് ഞങ്ങളെ കൊണ്ട് പറ്റി, ഇത് ആർക്ക് പറ്റും എന്നൊന്നും പറയരുത്. അങ്ങനെയൊക്കെയുള്ളൊരു ധ്വനി ഉണ്ടാകാം. അപ്പോൾ അങ്ങനെ കുറേ പേര് ഇട്ടിട്ട് പോയി. 6-ാം അധ്യായത്തിലാണത്. 6-ാമത്തെ 60-ാം വാക്യത്തിൽ, 6-ാമത്തെ 67-ാം വാക്യത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം ശിഷ്യന്മാരോടും ചോദിക്കുകയാണ്, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നു? പൊക്കോ, എല്ലാവർക്കും ഒന്നും അങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കണ്ട. അങ്ങനൊരു സംഭവമുണ്ട്. അപ്പോൾ ഈ ആൻഡ്രൂസ് പോയി കണ്ട് താമസിച്ചു. എന്നിട്ട് തിരിച്ചു വന്നു, വീട്ടിൽ പത്രോസ് ഇരിപ്പുണ്ട്. പത്രോസിനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. ഇനിയും വലിയ ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒന്ന് പറയണില്ല, വലിയ കാര്യമൊന്നുമില്ല, അത് ഭയങ്കര പാടാ, ഇവിടെ പോയിട്ട് കാര്യമില്ല. ജീസസിൻ്റെ പ്രബോധനങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അങ്ങേരുടെ ഒരു ശീലങ്ങളെ അതുമായിട്ട് അങ്ങ് ഒത്തുപോകാൻ ഭയങ്കര പാടാ എന്നൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞത്. ഇനി അവർ തിരിച്ചുപോയി. ആൻഡ്രൂസ് വന്നിട്ട് പത്രോസിനെയും കൂട്ടിക്കൊണ്ടുപോയി. അതായത് ഒരു സംഭവം ഒരു അത്ര രസകരമല്ലാത്ത അനുഭവമാണെങ്കിൽ തിരിച്ചു പോവോ? മതിയായി എന്ന് പറഞ്ഞു പോരും. ചില ആളുകൾ 5 ദിവസം ധ്യാനത്തിന് കൂടാൻ പോകുമ്പോൾ ചിലപ്പോൾ ചാടിപ്പോവും, 2 ദിവസം കഴിയുമ്പോൾ തന്നെ ചാടിപ്പോവും. ചിലപ്പോൾ മടുത്തിട്ട് പോയി, എങ്ങനെയെങ്കിലും ഒന്ന് 5 ദിവസം ആയാൽ മതി എന്ന് പറഞ്ഞ് തീർക്കാൻ ശ്രമിച്ച് അങ്ങനെ നിൽക്കുന്നവരൊക്കെ ഉണ്ട് ധ്യാനത്തിന് പോകുമ്പോൾ. അപ്പോൾ ഒരാളെയും കൂടി കൂട്ടിക്കൊണ്ടുപോകുന്നു ഇല്ലേ? എനിക്ക് കഷ്ടപ്പാടാണെങ്കിൽ അയാളെയും കൂടി കഷ്ടപ്പെടുത്താൻ കൊണ്ടുപോകേണ്ട കാര്യമില്ല. അപ്പോൾ ഇയാൾക്ക്, ഈ ആൻഡ്രൂസിന് നല്ലൊരു ദൈവാനുഭവം ഉണ്ടായി. അതുകൊണ്ടാണ് ആൻഡ്രൂസ് കൊണ്ടുപോയത്, പത്രോസിനെ കൊണ്ടുപോയത്. അപ്പോൾ അനുഭവം കിട്ടിയാൽ വിട്ടുപോകില്ല. എന്തുകൊണ്ടാണ് വിട്ടു പോകുന്നത്? അനുഭവമൊന്നും കിട്ടാത്തതുകൊണ്ടാണ്. ആൻഡ്രൂസിന് ശക്തമായ ദൈവാനുഭവം ഉണ്ടായി, അതുകൊണ്ടാണ് ആൻഡ്രൂസ് വിട്ടുപോകാഞ്ഞത്. ആൻഡ്രൂസ് പിന്നെ പുറകെ നടന്നത്. 5 അപ്പം വർദ്ധിപ്പിച്ചെടുത്ത ആൻഡ്രൂസാണ്. ഒരു കുട്ടിയുണ്ട്, മീനുണ്ടെന്നൊക്കെ പറയുന്നത് ആൻഡ്രൂസാണ്. അത് കർത്താവിൻ്റെ കൂടെ മിനിസ്ട്രി ചെയ്തപ്പോഴും കർത്താവിൻ്റെ കൂടെ നിന്നു.
പിന്തുടർച്ചയായിട്ടുണ്ട് ആൻഡ്രൂസ്. അപ്പോൾ ആൻഡ്രൂസ് വിട്ടു പോയില്ല. എന്തുകൊണ്ടാണ്? ആൻഡ്രൂസിന് അനുഭവം കിട്ടിയോണ്ടാണ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ? ഈശോയെ വിട്ടു പോകാതിരിക്കത്തക്ക വിധത്തിൽ നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് അനുഭവം ഉണ്ടായിട്ടും നിങ്ങൾ പിന്നെ പള്ളിപ്പോക്കും കുമ്പസാരം ഒക്കെ ഇങ്ങനെ മുറിച്ച് കളഞ്ഞത്? ബന്ധം വേർപെട്ട് കളയണ പോലെ നിങ്ങൾ എന്താ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്താ സ്ഥിരമായിട്ട് കുമ്പസാരിക്കാത്തത്? അനുഭവം ഉണ്ടായിട്ടും എന്താ ചെയ്യുന്നത്? അനുഭവം അല്ലെങ്കിൽ അനുഭവം ഇല്ലാഞ്ഞിട്ടാണോ? കർത്താവിനെ വിട്ടുപോകാതിരിക്കാൻ അനുഭവം വേണം. ഇന്ന് നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ എനിക്കൊരു അനുഭവം താ കർത്താവേ. കർത്താവ് അനുഭവം തരാൻ തയ്യാറാ. കർത്താവ് വിളിക്കുന്നുണ്ട്, വന്ന് കാണുക. ഈ കൂട്ടത്തിൽ യൂട്രസ് പഴുത്തു പോയിട്ട് അത് വളരെ ഗുരുതരമായ അവസ്ഥയിൽ കർത്താവ് തൊട്ട ഒരു സഹോദരി കൂട്ടത്തിലുണ്ട്. ഇനി 10 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാതിരുന്നിട്ട് ഇനി കൊച്ചുണ്ടാകിയല്ല, ഇനി പ്രതീക്ഷിക്കണ്ട എന്ന് പറഞ്ഞ ആൾക്ക് 2 കുട്ടികളുണ്ട്. തല വലുതാണെന്ന് പറഞ്ഞ് പ്രസവം വളരെ റിസ്ക് ആണെന്ന് പറഞ്ഞത് ആ കുട്ടി ആരോഗ്യത്തോടെ ഇരിക്കുന്നു. ക്രയാറ്റിൻ വേരിയേഷൻ വന്നിട്ട് നല്ല വെയിറ്റൊക്കെ കൂടി ആകെ പ്രശ്നമായി ICUയിലായിരിക്കുമ്പോൾ ഏന്തി വലിഞ്ഞ് എങ്ങനെയൊക്കെ നടന്ന് അവിടെയുള്ള ക്രൂശിത രൂപത്തെ പോയി തൊട്ടയാൾ ഇവിടെ കൂട്ടത്തിലുണ്ട്. ശക്തമായ ദൈവാനുഭവമുള്ളവരുണ്ട്. എനിക്കൊരു അർദ്ധരാത്രിയിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പ്രാർത്ഥിച്ച് കിടന്ന് ഉറക്കത്തിലാണ് ഒരു വലതുകരം എൻ്റെ മുന്നിലേക്ക് നീണ്ടു വരുന്നത് പോലെ അനുഭവപ്പെട്ടു. ഞാൻ ആ വലതുകരത്തേക്ക് കയറി പിടിച്ചു. എന്നിട്ട് ഞാൻ ആ അർദ്ധരാത്രിയിൽ ആ മുറിയിൽ കർത്താവിനെ സ്തുതിച്ചു. ഇത് ഞാൻ നിന്നെ വലതുകരം കൊണ്ട് താങ്ങും എന്ന് എനിക്ക് കർത്താവ് ഒരു അനുഭവം തന്നതായിട്ട് ഞാൻ മനസ്സിലാക്കിയത്. കർത്താവിന് അനുഭവം കിട്ടിയാൽ വിട്ടുപോകില്ല. കർത്താവിൻ്റെ അനുഭവം കിട്ടിയാൽ വിട്ടുപോകില്ല. ഈ കൂട്ടത്തിൽ കർത്താവ് തൊട്ടെൻ്റെ കർത്താവ് എന്നെ ജീവിപ്പിച്ചതാണ്. കർത്താവില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നിവിടെ ഉണ്ടാകിയല്ല എന്ന് ഉള്ള ശക്തമായ ദൈവാനുഭവമുള്ള ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? കൈവർത്താവോ? എന്നെ കർത്താവ് തൊട്ടതാണ്, എനിക്ക് കർത്താവിന് അനുഭവം ഉണ്ട്, ഞാൻ കർത്താവിന് അനുഭവം കിട്ടിയ ആളാണ് എന്ന് ശക്തമായ ദൈവം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കുറെ പേരെ കരമുയർത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഇത് കിട്ടിയവൻ പിന്നെ വിട്ടുപോകില്ല. അതുകൊണ്ടാണ് തോമാസ് ലീഹായെ നമ്മൾ പലപ്പോഴും തൊട്ടുവിശ്വാസി കണ്ടുവിശ്വാസി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊന്നും പറയരുത്. തൊട്ടിട്ടൊന്നുമില്ല, തൊട്ടിട്ടില്ല, കണ്ടിട്ടേ ഉള്ളൂ. തൊട്ടിട്ടില്ലാത്ത ആളെ തൊട്ടുവിശ്വാസി എന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും അപഹസിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യമേ പറഞ്ഞോളൂ, എനിക്കൊന്ന് കാണണം. എല്ലാവരും കണ്ടു, അവരെല്ലാവരും പറഞ്ഞു ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞു. ഇന്ന് ആൻഡ്രൂസ് പറഞ്ഞതുപോലെ ഉദ്ധിതനായ കർത്താവിനെ അവർ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ തോമസ് ലീഹായ്ക്ക് ഒരു ആഗ്രഹം, എനിക്കും കാണണം. കണ്ടിട്ട് പറയുന്നത് വ്യത്യാസമുണ്ട്. നമ്മളൊരു കാര്യം കാണാതെ പറയുന്നതും കണ്ടിട്ട് പറയുന്നതും വ്യത്യാസമുണ്ട്. ശക്തമായ ദൈവാനുഭവം കിട്ടിയ ഒരാള് അയാൾക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ സാധിക്കും, ജീവനുള്ള കർത്താവാണ് നമ്മുടെ ദൈവമെന്ന്. ഒരു അനുഭവം ഇല്ലാത്ത ആൾ എങ്ങനെ പറയും? ഒരു അനുഭവം പോലും ഇല്ലാത്ത ആൾ എങ്ങനെ പറയും കർത്താവ് ജീവിക്കുന്ന ദൈവമാണെന്ന്? അപ്പോൾ നമ്മളോട് വേറെ ആരും പറഞ്ഞു തരേണ്ടതില്ല. ഒരു പുസ്തകത്തിൽ വായിച്ച് മനസ്സിലാക്കേണ്ട കാര്യമല്ലത്. കർത്താവിൻ്റെ അനുഭവം വേണം. അപ്പോൾ ശിഷ്യന്മാരെല്ലാവരും കണ്ടു, ഉദ്ധിതനായ കർത്താവിനെ കണ്ടു. അപ്പോൾ തോമസ് ലീഹായ്ക്കൊക്കെ ഒരു ആഗ്രഹം, എനിക്കും കാണണം. കർത്താവ് കാണിച്ചു കൊടുത്തു. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാവോ? കർത്താവിൻ്റെ സാക്ഷിയാക്കി മാറ്റാൻ. കാണാതെ പറയുന്നതും കണ്ടിട്ട് പറയുന്നതിന് വ്യത്യാസമുണ്ട്. ഈ യോഹന്നാൻ സ്ലീഹ കണ്ടയാളാണ്. ഈശോയുടെ കുരിശുമരണവും ഈശോയുടെ ഉത്ഥാനവും കണ്ടയാളാണ്. ശൂന്യമായ കല്ലറ കണ്ടയാളാണ്. അതുകൊണ്ടാണ് ഈ യോഹന്നാന്റെ സുവിശേഷത്തിലുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. അപ്പോൾ യോഹന്നാന്റെ പ്രതീകം കഴുകനാണ്. ഉയർന്ന് പറക്കുന്ന കഴുകന്റെ കണ്ണ്, എല്ലാം കാണുന്ന കഴുകന്റെ കണ്ണ്, കഴുകക്കണ്ണ് അത് വളരെ വലുതാണ്. കഴുകന്റെ കണ്ണ്, എല്ലാം കാണുക, എല്ലാം കണ്ടാൽ മനസ്സിലാക്കുക, എന്നിട്ട് ജീവിക്കുക. ഒന്നും കാണാത്തതുപോലെ ജീവിക്കല്ലേ. ദൈവം തൊട്ടതൊന്നും കാണാത്തതുപോലെ ജീവിക്കല്ലേ. ദൈവം തൊട്ടതുപോലെ ജീവിക്കാം. ദൈവത്തിൻ്റെ അനുഭവം കണ്ടതുപോലെ ജീവിക്കാം. ഇപ്പൊ കർത്താവ് അനുഭവം തരാൻ തയ്യാറാണ്. അക്ഷിയുള്ളവനാണ് സാക്ഷി, കണ്ണുള്ളവനാണ് സാക്ഷി. പണ്ടൊരു സിനിമയുണ്ടായി, സുരേഷ് ഗോപിയുടെ ചിന്താമണി കൊലക്കേസ്. ഒരാള് അന്ധനായിട്ട് അഭിനയിച്ച് അയാളെ സാക്ഷിയാക്കി കൊണ്ടുവന്നു.
അയാൾ കണ്ടില്ലെന്ന് പറഞ്ഞു. പിന്നീട് അയാൾ തട്ടിപ്പ് കാണിച്ചതാ. വിനായകനാണ് ആ കഥാപാത്രം ചെയ്തത്. അയാൾ പിന്നീട് അവസാനം അയാൾ ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ സർട്ടിഫിക്കറ്റ് ഉണ്ട്, കാഴ്ചയില്ലെന്ന്, കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി. അപ്പം അത് വെച്ചിട്ട് ഒരു കള്ളത്തരത്തെ കണ്ടുവെന്ന് പറഞ്ഞത് സുരേഷ് ഗോപി എന്ന കഥാപാത്രം അത് വാദിച്ച് ജയിച്ചത്. അക്ഷിയില്ലാത്തവൻ എങ്ങനെയാണ് കാണുന്നത്? അക്ഷി കണ്ണാണ്. കണ്ണില്ലാത്തവൻ എങ്ങനെ സാക്ഷിയാകും? അക്ഷിയുള്ളവനാണ് സാക്ഷി. പ്രിയ ദൈവ പൈതലേ, നിനക്ക് കർത്താവിന്റെ സാക്ഷിയാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നീ കാണണം, എല്ലാം കാണണം. എനിക്ക് കാണിച്ചതാ കർത്താവേ, കർത്താവ് അനുഭവം തരാൻ തയ്യാറാണ്. നമുക്ക് കർത്താവ് അനുഭവം തരാൻ തയ്യാറാണ്. അതിനു വേണ്ടിയിട്ടാണ് കുഞ്ഞു കുഞ്ഞു സഹനങ്ങൾ തരുന്നത്, രോഗങ്ങൾ തരുന്നത്. ഇത് കിട്ടുമ്പോൾ നമുക്ക് വേണ്ട കർത്താവേ, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് നിനക്കെങ്ങനെ അനുഭവം ഉണ്ടാകും? നിനക്കൊരു അനുഭവം തരാൻ കർത്താവ് തയ്യാറാണ്. പക്ഷെ നിനക്ക് അനുഭവം തരുമ്പോൾ, നിനക്ക് വേദനകൾ തരുമ്പോൾ, നിനക്ക് സങ്കടങ്ങൾ തരുമ്പോൾ, നിനക്ക് ദുരിതങ്ങൾ തരുമ്പോൾ നീ കർത്താവിനെ പരാതി പറഞ്ഞ് ഓടിക്കുകയാണ്. നിനക്ക് അനുഭവം ഉണ്ടായാലല്ലേ നിനക്ക് കർത്താവിന്റെ സാക്ഷിയായി മാറാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പ്രാർത്ഥിക്കുക. ഇന്ന് ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ ഇത് മരിയൻ സ്കൂളാണ്. യോഹന്നാന്റെ സ്കൂളിൽ നിന്ന് ആൻഡ്രൂസ് ഈശോയുടെ സ്കൂളിലേക്ക് കയറിയെങ്കിൽ ഈ മരിയൻ സ്കൂളിൽ, ഈ മാതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്നിരിക്കുന്ന നിങ്ങളുടെ മണിക്കൂറുകൾ മതി നിങ്ങൾക്ക് ഈശോയുടെ സ്കൂളിലേക്ക് കയറാൻ, അനുഭവത്തിന്റെ സ്കൂളിലേക്ക് കയറാൻ. അതുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ഈശോയോട് പറ, എനിക്കൊരു അനുഭവം താ കർത്താവേ, ഞാൻ കൂടെ നിന്നോളാം, ഞാൻ വിട്ടുപോകാതെ നിന്നോളാം. ഈശോ തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചതുപോലെ നിങ്ങൾക്കും പോകണമോ മക്കളെ, നിങ്ങൾക്കും പോകണമോ? പത്രോസ് പറഞ്ഞു, ഞങ്ങൾ എവിടെ പോകാനാണ്? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ടല്ലോ. നമുക്ക് ഒരു ഈരടി. യേശുവേ നിന്നെ കാണണം, യേശുവേ നിന്നെ കേൾക്കണം, യേശുവേ നിന്നിൽ അലിയണം, യേശുവേ നിന്നിൽ നിറയണം, യേശുവേ നിന്നെ കാണണം, യേശുവേ നിന്നെ കേൾക്കണം, യേശുവേ നിന്നിൽ അലിയണം, യേശുവേ എന്നിൽ നിറയണം, യേശുവേ നിന്നെ കാണണം, യേശുവേ നിന്നെ കേൾക്കണം, യേശുവേ നിന്നിൽ അലിയണം, യേശുവേ എന്നിൽ നിറയണം. സ്നേഹത്തിൻ നിറയണം നാഥനേ, തീവ്രമായ അങ്ങേ ആശിപ്പൂ. സ്നേഹത്തിൻ നിറയണം നാഥനേ, തീവ്രമായ അങ്ങേ ആശിപ്പൂ. പാപമോചക രക്ഷകനാ സ്നേഹാഗ്നി എന്നിൽ കത്തിക്കൂ. പാപമോചക രക്ഷകനാ സ്നേഹാഗ്നി എന്നിൽ കത്തിക്കൂ. യേശുവേ നിന്നെ കാണണം, യേശുവേ നിന്നെ കേൾക്കണം, യേശുവേ നിന്നിൽ അലിയണം, യേശുവേ എന്നിൽ നിറയണം. എല്ലാവർക്കും ശക്തമായ ദൈവാനുഭവങ്ങൾ ഉണ്ടാകട്ടെ. ആമേൻ.